കാലം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ദാ പുതിയൊരു അധ്യയന വർഷം കൂടി നമ്മൾ വരവേൽക്കുണ്ടായി. കാലത്തിൻ്റെ ഈ വേഗതയ്ക്ക് അനുസരിച്ച് തന്നെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈവിധ്യമാർന്നുള്ള ചലഞ്ചുകളും നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. കുട്ടികളും അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള, ചിലപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു ചലഞ്ചിനെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. ഇറ്റ് ഈസ് ദ അറ്റൻഷൻ സ്പാൻ. എൻ്റെ പേര് ഷഹീം അഷ്റഫ്, എക്സ് ആൻഡ് വൈയിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റാണ്. കുട്ടികളുടെ ലേണിംഗ് എഫിഷ്യൻസിയും അവരുടെ അറ്റൻഷൻ സ്പാനും തമ്മിൽ വളരെ ശക്തമായ ബന്ധമുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും വ്യക്തമായി അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ ആകെ മൊത്തം പുതുമ നിറഞ്ഞിരിക്കുന്ന സമയമാണ്. കുട്ടികൾ ഒരുപാട് നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും. ഈ സമയം മുതൽ പഠിച്ചു തുടങ്ങണം, അതുപോലെ തന്നെ പുതിയ പുസ്തകങ്ങൾ, പുതിയ കൂട്ടുകാരെ കണ്ടെത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ കഴിഞ്ഞ വെക്കേഷന് മുമ്പ് പറഞ്ഞു വെച്ച പല കഥകളും അവർക്ക് പൂർത്തിയാക്കാനുണ്ടാവും. ഇങ്ങനെ പുതുമ നിറഞ്ഞ ഒരു അവസ്ഥയിലാണ് കുട്ടികൾ ഉണ്ടാവുക. പക്ഷേ ഈ പുതുമ മെല്ലെ മാഞ്ഞു തുടങ്ങും. അവർ വീണ്ടും അവരുടെ സിലബസുകളിലേക്ക് മെല്ലെ ഇറങ്ങാൻ തുടങ്ങും, ക്ലാസ്സുകൾ കേൾക്കാൻ തുടങ്ങും, പഠനത്തിൻ്റെ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവരുടെ അറ്റൻഷൻ സ്പാനിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതിനനുസരിച്ചിട്ട് ഇവരുടെ ക്ലാസ്സിലുള്ള പെർഫോമൻസുകളും മറ്റൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ പുതിയ കാര്യമൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ എല്ലാ കാലത്തും ഇൻഫ്ലുവൻസ്ഡ് ആവുമല്ലോ, അറ്റൻഷൻ സ്പാനും അവരുടെ പഠനവും തമ്മിൽ. എന്തിനാ ഇതിപ്പോൾ പറയേണ്ട ആവശ്യം എന്ന് ചിലപ്പം പലർക്കും തോന്നിയേക്കാം. ഇതിപ്പോൾ പറയണതിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ ലിവ് ചെയ്യുന്ന ഈ ഒരു എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് ഒരു അറ്റൻഷൻ ഇക്കണോമിയുടെ കൂടെ ഭാഗമാണ്. അതെന്താ പറഞ്ഞുതരാം. അതായത് നമ്മളുടെ ശ്രദ്ധയെ മൊണറ്റൈസ് ചെയ്യുന്ന, അതിനെ പൈസയാക്കി മാറ്റുന്ന, റിസോഴ്സായി കാണുന്ന ഒരു ഹ്യൂജ് മാർക്കറ്റും അതിന് പറ്റിയ ഇൻവെസ്റ്റേഴ്സും എൻജിനീയേഴ്സും എല്ലാം അടങ്ങുന്ന ഒരു ഹ്യൂജ് മാർക്കറ്റ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവർ നമ്മുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ വിക്ടിംസായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വെറുതെ പറയല്ല, നമ്മളിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതായത് നമ്മൾ സ്ക്രീനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമകൾ പോലും 2x അല്ലാതെ പലരും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഇപ്പോൾ എന്താ? 2x നമുക്ക് വീഡിയോസ് കാണാൻ പറ്റുന്നുള്ള ഫീച്ചറാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത്. കാരണം മിനിമം ടൈം കൊണ്ട് ഇൻഫർമേഷൻ തരുന്നില്ലെങ്കിൽ അവിടെ ഇരിക്കാൻ നമുക്ക് കഴിയുന്നില്ല, നമുക്ക് പെട്ടെന്ന് ബോറടിക്കുകയാണ്. സോ ദാറ്റ്സ് ദ ഇഷ്യൂ. പഠനം പോലത്തെ ഫോക്കസും അറ്റൻഷനും ഒക്കെ ആവശ്യമുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യാനിരുന്നാലോ നമ്മൾ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആവും എന്നാണ് നമ്മൾ പറയുക. സംഹൗ വി ആർ അഡിക്റ്റഡ് ടു ഡിസ്ട്രാക്ഷൻ എന്ന് വരെ നമുക്ക് പലപ്പോഴും തോന്നിപ്പോകലുണ്ട്. പല കുട്ടികളായിട്ട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ തന്നെ ബിഹേവിയർ നോക്കുമ്പോഴോ ഡിസ്ട്രാക്ട് ചെയ്യപ്പെടാൻ നമുക്ക് ഭയങ്കര അഡിക്ഷൻ ഉള്ള പോലെ. ബട്ട് അതൊന്നുകൂടി ഡിഫറെൻ്റ് ആണ്. ശരിക്കും നമ്മൾ ഡിസ്ട്രാക്ഷനോടുള്ള ഒരു അഡിക്ഷൻ അല്ല നമ്മളിലുള്ളത്, നമ്മുടെ ബ്രെയിൻ ഓവർ സ്റ്റിമുലേറ്റഡ് ആവുന്നതാണ്. അതെന്താ? ഒരു ഗിവൺ ടൈമിൽ നമ്മുടെ ബ്രെയിനിന് റിക്വയർഡ് ആയിട്ടുള്ള എമൗണ്ടിലും അധികമായിട്ടുള്ള വിഷ്വലോ ഓഡിറ്റോറിയോ ആയുള്ള സ്റ്റിമുലേഷൻസോ ഒക്കെ നൽകി നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുക, ട്രിക്ക് ചെയ്യുന്നൊരവസ്ഥയാണത്. നമ്മൾ ഓവർലോഡഡ് ആവുക എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്ട്രാക്ഷനെ ആഗ്രഹിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു റീലിൽ ആദ്യത്തെ ഒരു 4-5 സെക്കൻഡ് കൊണ്ട് നമ്മളെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിമുലേഷൻ എഫക്റ്റ് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ ഉടനെ അടുത്ത റീലിലേക്ക് പോകാനുള്ള കാരണവും അത് തന്നെയാണ്. സോ അത് ഡിസ്ട്രാക്ഷൻ എന്നതിലുപരി നമ്മുടെ ബ്രെയിനിനെ ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള കണ്ടീഷനാണ്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ഡോക്ടർ ഗ്ലോറിയ കാക്ക് എന്ന് പറയുന്ന ഒരു റിസർച്ചർ അറ്റൻഷൻ സ്പാനെ പറ്റിയിട്ടുള്ള ഒരു പഠനം നടത്തി. അതിൻ്റെ ഫൈൻഡിങ്സ് ഭയങ്കര സ്ട്രേഞ്ചാണ്. 2004 ഒരാളുടെ ഡിജിറ്റലായുള്ള ഇൻ്റർഫേസുകളിൽ ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരാളുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം ആവറേജ് 2.5 മിനിറ്റ്സ് ആയിരുന്നു. ബട്ട് ഇപ്പോൾ ഏകദേശം അത് 47 സെക്കൻഡ്സ് ആണ്. ദ ഡിഫറൻസ് ഈസ് ഹ്യൂജ്. ശരിക്കും ഒരു കുട്ടിക്ക് ആക്റ്റീവ്ലി എത്ര മിനിറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും? ഇത്തരത്തിൽ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് ഇൻറ്ററാക്റ്റീവ്ലി അല്ലെങ്കിൽ അവരുടെ അറ്റൻഷനെ ഗ്രാബ് ചെയ്യുന്ന അവസ്ഥയിൽ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുക? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട വിഷയങ്ങളുമാണ്, ഡിസ്കഷൻസുമാണ്. നമുക്ക് അതിലേക്ക് മെല്ലെ പോയേക്കാം. ആദ്യമായി പറയാനുള്ളത് ടീച്ചേഴ്സിനോടാണ്. നമ്മൾ കൺവെൻഷൻ ലെവലിലുള്ള മണിക്കൂറുകളോളം നീളുന്ന ലെക്ചേഴ്സ് ഒരിക്കലും ഇനി വർക്ക് ചെയ്യാൻ പോകുന്നില്ല. കാരണം കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് തന്നെയാണ്. മാത്രമല്ല കുട്ടികളുടെ അറ്റൻഷനെ സാധ്യമാക്കുന്ന ബീറ്റ ബ്രെയിൻ വേവ്സ് അതൊരു 30 മിനിറ്റ്സ് കഴിഞ്ഞാൽ 30% അത് റെഡ്യൂസ് ചെയ്യും. അതായത് ഒരു ഹൈലി എഫക്റ്റീവ് ലെവലിൽ കുട്ടിയുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 30 മിനിറ്റ്സ് ആയിരിക്കും. അതുകൊണ്ട് ഒരു 30 മിനിറ്റിന് ശേഷമൊന്നും നമ്മൾ ലെക്ചേഴ്സ് കൊണ്ടുപോകുന്നത് ഒരു ഗുഡ് എമൗണ്ട് ഓഫ് ലെവലിൽ കുട്ടികൾ അത് അറ്റൻഡ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത ഹൈ ആണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? 30 മിനിറ്റ് പഠിപ്പിച്ചിട്ട് ബാക്കിയുള്ള സമയം കോമഡി അടിച്ചിരിക്കാനാണോ? അല്ല. 30 മിനിറ്റിൻ്റെ ഒരു ലെക്ചർ ടൈപ്പ് ഓഫ് ലേണിംഗ് സ്റ്റൈലിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുട്ടികൾക്ക് എന്തെങ്കിലും നിങ്ങൾ ആ സബ്ജക്റ്റിൻ്റെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിബേറ്റ് പോലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഡിസ്കഷൻ എലമെൻറ്റിലൂടെ തന്നെ മറ്റൊരു മോഡിലൂടെ ലേണിംഗ് സാധ്യമാക്കുന്ന എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാം.
മാത്രമല്ല ഇതിൻ്റെ എൻഡിങ്ങിൽ അതൊരു കൺക്ലൂഷൻ പാർട്ട് എന്നുള്ള നിലക്ക് ആ ഒരു ഏതൊരു ടോപ്പിക്കാണോ നിങ്ങൾ ആ ദിവസം അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ കൺക്ലൂഡ് ചെയ്യാം. ഇത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡാണ്. കൂടാതെ തന്നെ ടെക്നോളജീൻ്റെ അഡ്വാൻസ്മെൻറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടി ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള വിഷ്വൽ സ്റ്റിമുലേഷൻസും മറ്റൊക്കെ ആക്സസിബിൾ ആവുന്ന രീതിയിലൊക്കെ നമ്മുടെ ഒരു ടീച്ചിങ് മെത്തഡോളജി നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ കുട്ടികളുടെ അറ്റൻഷൻ കുറച്ചും കൂടി ഗ്രാബ് ചെയ്യാൻ നമുക്ക് സാധ്യമാകുന്നതാണ്. മറ്റൊന്ന് ഒരു സൈക്കോളജിക്കൽ ട്രിക്കാണ്, നിങ്ങളുടെ ക്ലാസ് റൂമുകളിൽ ഉപയോഗിക്കാം. അതായത് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ കുട്ടികൾ എന്ത് ചെയ്യുക, നമ്മുടെ ബോർഡിലോ മറ്റോ ഒരു പോയിന്റ് നോട്ട് ചെയ്തിട്ട് ആ പോയിന്റിലേക്ക് ഒരു മിനിമം ഒരു 2 to 3 minutes എങ്കിലും ഫോക്കസ്ഡ് ആയിരിക്കാൻ കുട്ടികളോട് പറയാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലെക്ചർ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ്സ് നത്തിങ്, അവരുടെ ഒരു കോൺസെൻട്രേഷനെ ഫോക്കസ്ഡ് ആക്കി മാറ്റാനുള്ള ഒരു ചെറിയ ആക്ടിവിറ്റിയാണ്. അതും കൂടി അക്കമ്പനി ചെയ്താൽ കുറേയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സിനെ അതിൻ്റെ ഒരു അറ്റൻഷനെ നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാൻ കഴിയും. അടുത്തതായിട്ട് പാരൻസിനോടാണ്. കുട്ടികൾ ഇനഫ് ടൈം ഉറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. വലിയ കുട്ടികളാണെങ്കിൽ മിനിമം 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും അവർക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് നമ്മൾ ഉറപ്പുവരുത്തണം. നമുക്ക് എന്തെങ്കിലും ഗാഡ്ജറ്റ്സും അതുപോലെ തന്നെ മൊബൈൽ ഫോൺസും ഒക്കെ ഉറങ്ങുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. കാരണം കൃത്യമായി ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ ഓഫ് കോഴ്സ് അവരുടെ ന്യൂട്രിയൻസിൻ്റെ കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അവരുടെ പഠന സമയത്തിൽ ഡിസ്ട്രാക്ഷനുള്ള പോസിബിലിറ്റീസ് ഇല്ല എന്നുള്ളതും ഉറപ്പുവരുത്തുക. അടുത്തതായി കുട്ടികളോടാണ്. നിങ്ങളിവിടെ സ്മാർട്ട് ആവണം. നമ്മൾ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഹ്യൂജ് സിനാരിയോ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കുറച്ചൊക്കെ ബോർഡം നമുക്ക് നൽകുന്ന ആക്ടിവിറ്റീസ് ആണെങ്കിലും അതിനെ എംബ്രേസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമ്മൾ മെല്ലെ ഡെവലപ്പ് ചെയ്ത് വരേണ്ടതുണ്ട്. either നമ്മൾ ഇതിന് വിക്റ്റിമായി മാറണം, അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു വൈസ് യൂസറായിട്ട് മാറൽ ഇവിടെ അനിവാര്യമായി മാറുകയാണ്. കൂടാതെ നിങ്ങൾക്ക് സ്വയം ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, അസിസ്റ്റൻസ് ആവശ്യപ്പെടണം. അതിന് പറ്റുന്ന രീതിയിൽ ടീച്ചേഴ്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ നിങ്ങളെ പാരൻസിൻ്റെ അടുത്താണെങ്കിലും നിങ്ങൾ ഹെൽപ്പ് ചോദിക്കാതിരിക്കരുത്. പിന്നെ കൂടുതലായിട്ടും നമ്മൾ പഠന സമയത്ത് മറ്റെന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് പഠനത്തെ കൊണ്ടുവരിക. ഉദാഹരണത്തിന് പാട്ട് കേട്ട് പഠിക്കുക, അതുപോലെ തന്നെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്തുകൊണ്ട് പഠിക്കുന്നത് കുറച്ചും കൂടി മറ്റ് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വേറെ ഒരു ആക്ടിവിറ്റിയോടും എൻഗേജ് ചെയ്യാതെ പഠിക്കുന്നോളം എഫക്റ്റീവ് അല്ല എന്നുള്ളത് നമ്മുടെ കൊഗ്നേറ്റീവ് സയൻസ് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമർത്ഥിക്കാൻ പറ്റുന്നൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുന്ന സമയത്ത് പഠനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവിറോൺമെൻറ്റ് നമ്മളായിട്ട് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ചോയ്സ് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റർ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഫ്യൂച്ചറിനെ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു തരി ശ്രദ്ധ പോലും ക്ലാസ്സിൽ നിന്ന് പോകില്ല എന്ന് ആരും കരുതണ്ട. ഒരു ശ്രദ്ധയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കുട്ടി ഒരു കാര്യം അറ്റൻറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൈമറി നോളജ് കുട്ടിക്ക് അത്യാവശ്യമായിട്ടുണ്ടാവണം. വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൽ എടുത്തത് എന്താണെന്ന് മനസ്സിലാവാത്ത ഒരാൾക്ക് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ മനസ്സിലാവണമെന്നില്ല. ദാറ്റ്സ് സോ സിമ്പിൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ ഫൗണ്ടേഷണൽ നോളജ്, എല്ലാ സബ്ജക്റ്റുകളുടെയും ഫൗണ്ടേഷണൽ നോളജ് പക്കയാണെന്ന് ഉറപ്പുവരുത്തൽ നമ്മളെ കൂടി ഉത്തരവാദിത്തമാണ്. അക്കാദമിക്സിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും ഏറ്റവും നല്ല മൈൽ സ്റ്റോൺസ് എല്ലാം ക്രാക്ക് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഫൗണ്ടേഷനുമായി മുന്നേറിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അവിടെയാണ് XNY 6, 7, 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് ഫൗണ്ടേഷൻ പ്രോഗ്രാം നൽകുന്നത്. ഇത് അവരുടെ സയൻസ് സബ്ജക്റ്റുകളുടെ ഫൗണ്ടേഷണൽ നോളജിനെ ഭദ്രമാക്കുകയും ഒരു ബെറ്റർ ആയിട്ടുള്ള ഫ്യൂച്ചറിന് അവരെ സഹായിക്കുകയും ചെയ്യും. ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാമിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വിഷയങ്ങളുമായി അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ഡൗൺ ചെയ്യണം. താങ്ക് യു.